اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما يا كريم. أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം മറക്കാതെ നിങ്ങളോടത്തെയും അത് വഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനനുസരിച്ച് ജീവിച്ച് ലോകത്തിനൂടെ പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർത്തിക്കുന്ന കലിമത്തു ഷഹാദത്ത് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കാരണത്താൽ ഒന്നിച്ചിരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തോടു കൂടി തന്നെ നമ്മൾ ക്ലാസ് മുഴുവൻ കേൾക്കാനും ഇഖ്ലാസോടുകൂടി ഇരിക്കാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഞാൻ നിങ്ങളും തയ്യാറാകണമെന്ന് ആമുഖത്തിൽ സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ ക്ലാസ്സാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ മുനാഫിഖീങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടാകുക. ഇത് ഏകദേശം 9ഓളം ആയത്തുകൾ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ഓതിയിട്ട് വിശദീകരണം പറഞ്ഞിട്ട് നമുക്ക് പുതിയ പാഠത്തിൽ കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. الله سبحانه وتعالى ഫസ്റ്റ് ഹറൂഫുൽ മുഖത്ത കൊണ്ട് തുടങ്ങാണ്, വിശദീകരിച്ചതാണ്. ജസ്റ്റ് ഓതി പോകുന്നതിന് മാത്രം. ذلك الكتاب لا ريب فيه هدى للمتقين. മുത്തഖീങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഹുദയായി നൽകിയെന്ന് പറഞ്ഞു. ഞാനാ മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കാം. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഇന്ന് ഗൈബിയായ കാര്യം വിശ്വസിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമസ്കാരം അത് റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കുന്നവരാണ്. അവർ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ അള്ളാഹുവിന്റെ സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. പിന്നെ പറഞ്ഞു വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ-ആഖിറതി ഹും യൂഖിനൂൻ. കഴിഞ്ഞു പോയിട്ടുള്ള വേദഗ്രന്ഥവും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആനും അത് വിശ്വസിക്കുന്നവരാണ്. വബിൽ-ആഖിറതി ഹും യൂഖിനൂൻ, പരലോക നാളിൽ വിശ്വസിക്കുന്നവരാണെന്നാണ്. പിന്നെ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്കാണ് വിജയമുള്ളത്, അവരാണ് യഥാർത്ഥ പാതയിൽ നിന്നും വിശദീകരിച്ചു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത 2 ആയത്തിൽ വിശദീകരിക്കുന്നത് കാഫിറുകളെ കുറിച്ചാണ്. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. കാഫിറുകളെ കുറിച്ച് അല്ലാഹു പറയാണ്, അവരോട് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും അവർ സമമാണ്, അവർ വിശ്വസിക്കുകയില്ല. കാരണം അവരുടെ ഖൽബുകൾക്ക് അതുപോലെ തന്നെ കാഴ്ചകൾക്ക് അതുപോലെ കേൾവികൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശിക്ഷ തന്നെ വെച്ചിട്ടുണ്ടെന്നാണ്. പിന്നെ അടുത്ത 2 ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്, മുനാഫിഖീങ്ങളെ കുറിച്ച് 3ാമത്തെ ഭാഗം. മുമ്പ് സൂചിപ്പിച്ചിരുന്നു വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഖറ തുടങ്ങുന്ന 3 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 മുത്തഖീങ്ങൾ, 2 കാഫിറുകൾ, 3 മുനാഫിഖീങ്ങൾ. ഇനി അങ്ങോട്ടുള്ളൊരു 5, 8, 9, 10ഓളം ആയത്തുകളിൽ വിശദീകരിക്കുന്നത് മുനാഫിഖീങ്ങളുടെ സ്വഭാവത്തെ കുറിച്ചാണ്. ഞാൻ ഫസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ പറയുന്നത്
ഞാൻ അള്ളാഹു വിശ്വസിച്ചിട്ടുണ്ട്, റസൂൽ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ അവർ യഥാർത്ഥ വിശ്വാസികളല്ല. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയും മുഅ്മിനീങ്ങളെയും വഞ്ചിക്കുന്നവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ സ്വന്തത്തെ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു. ഇനിയുള്ള ആയത്തുകളിൽ അല്ലാഹു മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞ ആയത്താണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഓതാം. أعوذ بالله من الشيطان الرجيم. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون. ആദ്യം ഇതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് പോകുന്ന മുമ്പ് ഇതിനകത്ത് ജീവിത നിയമം എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു പറയുന്നു ഫീ ഖുലൂബിഹിം മറദുൻ. ഫീ ഖുലൂബിഹിം മറദുൻ. അവിടെ എന്തുണ്ട്? രണ്ട് മീം ചേർന്ന് വന്നിട്ടുണ്ട്. ഒന്ന് സുക്കൂനുള്ള മീമാണ്, മറ്റൊന്ന് ഹർക്കത്തുള്ള മീമാണ്. ആദ്യം വന്നത് സുക്കൂനുള്ള മീം, ഫീ ഖുലൂബിഹിം. ആ മീമിന് എന്താണ്? സുക്കൂനാണ്. തൊട്ട് ശേഷം വരുന്ന മീമിന് എന്താണ്? ഫത്ഹാണ്. ഈ നിയമത്തിന് പറഞ്ഞ പേരാണ് മീമുസാക്കിന എന്ന് പറയും. നാളെ നമ്മൾ സൂചിപ്പിച്ചാൽ നൂനുസാക്കിനെ കുറിച്ച്, സുക്കൂന നൂനെ കുറിച്ച്. എന്ന പോലെ ജീവിതത്തിലുള്ള മറ്റൊരു നിയമമാണ് സുക്കൂനുള്ള മീം. അതിലാകെ 3 നിയമങ്ങൾ പഠിക്കാൻ. ഒന്നാമത്തത് ഇദ്ഗാമാണ്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ മീമും ചേർന്ന് വരാം. സുക്കൂനിലെ മീമിന് ശേഷം ഒരു മീം കടന്നു വരാൻ എന്ത് പറയാം? മീമുസാക്കിനയിലെ ഇദ്ഗാം എന്ന് പറയാം. പിന്നുള്ള നിയമമാണ് എന്താണ്? ഇഖ്ഫാ നിയമമുണ്ട്, അതുപോലെ തന്നെ ഇദ്ഹാറുണ്ട്. ഈ 3 നിയമമാണ് എന്തിലുള്ളത്? മീമുസാക്കിനയിലുള്ളത്. ആദ്യം പറഞ്ഞതാണ് എന്ത്? മീമുസാക്കിനയിലെ ഇദ്ഗാം. ഫീ ഖുലൂബിഹിം മറദുൻ. അവിടെ മണിച്ചോണ്ട് ചേർത്ത് നമ്മൾ മണിച്ചോളണം, ചേർത്തിട്ട് മണിച്ചോളണം. അപ്പോൾ ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറയണം. രണ്ടാമത്തത് മറദുൻ. അവിടെ റാഇ എന്താണ്? ഫത്ഹാണ്. സാധാരണ ഓതുമ്പോൾ തെറ്റുന്ന ഭാഗമാണ്. ഒരു മറദുൻ ഓതും, സുക്കൂനാക്കി ഓതും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറദുൻ എന്നാണ്, റാഇനെ ഫത്ഹാണ്. ശേഷം അല്ലാഹു പറയാണ് മറദുൻ ഫസാദഹും. അവിടെ തെൻവീനാണ് അല്ലേ? വാദിന്റെ മുകളിൽ തെൻവീന വന്നത്. തൊട്ട് ശേഷം ഫാ ആണ്. നൂനുസാക്കിന വത്തൻവീൻ എന്ന നിയമത്തിന്റെ പേര്. അപ്പൊ തെൻവീനിന് ശേഷം ഫാ വന്നു കഴിഞ്ഞാൽ അവിടെ മണിച്ചോടാവുന്നതാണ്. കാരണം ഫാ ഇഖ്ഫായിന്റെ അക്ഷരമാണ്. ഞാൻ നമ്മളെ സൂചിപ്പിച്ചിരുന്നു, ഇഖ്ഫാ ഉണ്ട്, ഇദ്ഹാർ ഉണ്ട്, ഇഖ്ലാബ് ഉണ്ട്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന. ഈ 5 നിയമങ്ങളാണ് നൂനുസാക്കിന വത്തൻവീൻ ഉള്ളത്. നൂനുസാക്കിന വത്തൻവീനിലെ ഇവിടെ തെൻവീനിന് ശേഷം എന്ത് വന്നു? ഫാ വന്നു. ഫാ വന്നു കഴിഞ്ഞാൽ ഫാ ഇഖ്ഫായിന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? മണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഫീ ഖുലൂബിഹിം മറദുൻ മറദുൻ ഫസാദഹും മറദുൻ ഫസാദഹുമുല്ലാഹു മറദാ. അതുകൊണ്ട് അടുത്തെന്ന് വെച്ചാല് വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്സിബൂൻ. അതില് വലഹും അദാബുൻ അലീം, അദാബുൻ അലീം അവിടെ മണിക്കാൻ പാടില്ല. കാരണം തെൻവീനിന് ശേഷം വന്നിട്ടുള്ള ഹർഫ് എന്നുള്ളത് അലിഫാണ്, അല്ലെങ്കിൽ ഹംസയാണ്. ഹംസ എന്നുള്ളത് ഇബ്ഹാറിന്റെ അക്ഷരമാണ്. തെൻവീനിന് ശേഷം അലിഫ് വന്നു കഴിഞ്ഞാൽ, ഹംസ വന്നു കഴിഞ്ഞാൽ മണിക്കാൻ പാടില്ല. അപ്പൊ അദാബുൻ അലീമുൻ, അവിടെ അദാബുൻ അലീം എന്ന് പറയാൻ പാടില്ല, തെറ്റാണ്. അപ്പൊ അദാബുൻ
അലീം എന്നാണ് ഓതേണ്ടത്. തൊട്ട് ശേഷം അലീമും ബിമ, അലീമും ബിമ. അവിടുത്തെ നിയമം എന്താ വെച്ചാല് ആ മീമിന്റെ മുകളിൽ തെൻവീനുള്ളത്. നമ്മുടെ ഖുർആനിൽ ഒരു മീം കാണും, ചെറിയൊരു മീം കാണും അല്ലേ? അതെന്താ വെച്ച് കഴിഞ്ഞാല് തെൻവീനും തൊട്ട് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ ആ തെൻവീന് നമ്മൾ എന്ത് ചെയ്യും? മീമാക്കി മാറ്റാൻ നിയമം. തെൻവീനും തൊട്ട് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ ആ മീമിന്, ആ മീമ് തെൻവീൻ ഉണ്ടല്ലോ, ആ തെൻവീനെ നമ്മൾ മീമാക്കി മാറ്റുന്നതാണ്. അപ്പൊ അലീമും ബിമ അവിടെ മണിച്ചോദനം, അലീമും ബിമ കാനൂ യക്ദിബൂൻ എന്നാണ് നമ്മൾ ഓതേണ്ടത്. അതിന് ഇഖ്ലാബ് എന്ന് പറയും ആ നിയമത്തിന്. നൂൻസാക്കിനെ തെൻവീനിലെ ഇഖ്ലാബ് എന്നാണ് നമ്മൾ പറയാം. തെൻവീന് ശേഷം ബാ വരിക. അടുത്തത് വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദി ഖാലൂ ഇന്നമാ, ഖാലൂ ഇന്നമാ നീട്ടിയോദനം. നാളെ നമ്മൾ സൂചിപ്പിച്ചതാണ് മദ്ദുൽ മുത്തസിലും മദ്ദുൽ മുൻഫസിലും. നമ്മൾ പറഞ്ഞിരുന്നു മുത്തസിലം എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൽ തന്നെ എന്ത് ചെയ്യാം? മദ്ദക്ഷരം വരിക. ഇത് വേറെ വേറെ പദത്തിലല്ലേ? ഖാലു വേറെ പദമാണ്, ഇന്നമ വേറെ പദമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നീട്ടിയോദനം. അത് നല്ലോണം കിട്ടണമെന്നില്ല, ഒരു 2, 4 എന്ന കണക്കുണ്ട്. അപ്പൊ ഒന്നുകിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഒരാള് ഓതാണ് ഖാലൂ ഇന്നമ, ചെറിയ നീട്ടം കിട്ടി കുഴപ്പമില്ല. ഖാലൂ ഇന്നമ അതും പ്രശ്നമില്ല, നീട്ടാതെ ഓതരുത്, നീട്ടണം അവിടെ. മറ്റൊന്ന് ഇന്നമ, ഇന്നമ നല്ല ആ നൂലിന് മുകളിലുണ്ട് ശ്രദ്ധയുണ്ട്, മണിച്ചുകൊണ്ട് എഴുതണം. ഇന്നമ എന്ന് പറയണം, ഒരു കട്ടി കൊടുത്തിട്ട് നമ്മൾ ഓതുന്നുണ്ട് ഇന്നമ നഹ്നു മുസ്ലിഹൂൻ. മൂന്നാമത്തെ ആയത്ത് അലാ ഇന്നഹും, അലാ ഇന്നഹും നേരത്തെ പറഞ്ഞ നിയമമാണ്. മദ്ദുൽ മുൻഫസിലാണ്, വേറെ വേറെ പദത്തിലാണ് മദ്ദക്ഷ വന്നിട്ടുള്ളത്. ഫലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. പിന്നുള്ള നിയമമാണ് വലാകിൻ ലാ യശ്ഉറൂൻ. അവിടെ വലാകിൻ എന്ന് പറഞ്ഞ നൂനുണ്ടല്ലോ, നൂന് സാക്കിനെയാണ്. ആ നൂനിന്റെ മുകളിൽ ഹർക്കത്തില്ല. ഹർക്കത്തില്ലാത്ത അവസ്ഥക്ക് നമ്മൾ സുക്കൂൻ എന്ന് പറയാം. ദമ്മ, ഫത്ഹ, കസ്റ ഇല്ലാത്ത അവസ്ഥക്കാണ് സുക്കൂൻ എന്ന് പറയാം. ഇവിടെ വലാകിൻ എന്നുള്ള നൂന് എന്താണ്? സുക്കൂനാണ്. സുക്കൂന് ശേഷം എന്താണ്? ലാമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചേർത്തിട്ട് മണിക്കാതെ വരണം, ചേർത്തിട്ട് മണിക്കാതെ. അതാണ് അതിന്റെ നിയമത്തിന്റെ പേരാണ് ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയുന്നത്. ഇദ്ഗാം പറഞ്ഞ ചേർക്കുക, ബിലാ ഗുന്ന ഗുന്നത്തില്ലാതെ മണിക്കാതെ എന്നാണ്. വലാകിൻ ലാ യശ്ഉറൂൻ, അവിടെ വലാകിൻ ലാ പാടില്ല, വലാകിൻ ലാ യശ്ഉറൂൻ. ഇതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ. അടുത്തത് ഇതിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു മുനാഫിഖീങ്ങളെ കുറിച്ചുള്ള പറയാം. മുനാഫിഖിന്റെ ഓരോ സിഫത്തും ഓരോ വിശേഷങ്ങളും ഓരോ ഗുണങ്ങളും തന്നെയാണ് എണ്ണി പറയാം. ആദ്യം പറഞ്ഞത് എന്താണ്? അള്ളാഹിനെ വഞ്ചിക്കുന്നവരാണ് വിശ്വാസികളെ വഞ്ചിക്കുന്നവരാണ്, പക്ഷെ സ്വന്തത്തിനെ വഞ്ചിക്കാതെ അവർക്ക് അറിയില്ല എന്നുള്ള പറഞ്ഞു. രണ്ടാമത് എന്താ പറയാണ്? ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഖൽബിൽ എന്തുണ്ട്? ഒരു രോഗമുണ്ട്. അവരുടെ ഖൽബിൽ രോഗമുണ്ട്. എന്താണ് ഈ രോഗം എന്ന് പറഞ്ഞാൽ? അവിടെ ഖൽബിലുള്ള രോഗമാണ് ശക്കാണ്, സംശയം. തന്ന പറഞ്ഞ തന്നെയാണോ? ഇത് ഖുർആനിലുള്ളത് തന്നെയാണോ? ഞാൻ ചെയ്ത കൂലിത്തറ കിട്ടുമോ? അതുള്ള ഞാൻ സംശയമുണ്ട്. അത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കര മടി. ആയത്തുണ്ടെങ്കിലും ഹദീസ് ഉണ്ടെങ്കിലും അത് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ, അത് ഞാൻ ശരിയാവാം എന്നൊരു ചിന്ത, അതാണ് ശക്ക്. അങ്ങനെ ശക്കുള്ള ആൾക്കാരാണ് എന്ത്? മുനാഫിഖീങ്ങളാണ്. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഖൽബിൽ എന്തുണ്ട്? രോഗമുണ്ട്. അല്ലാഹു പറയുന്നു ഫസാദഹുല്ലാഹു മറദ, അല്ലാഹു വീണ്ടും രോഗം ചെയ്യും, ഇരട്ടിച്ചു കൊടുക്കുന്നതാണ്. ഒരു രോഗം ഉണ്ടായതുകൊണ്ട് വീണ്ടും വീണ്ടും കൊടുക്കും. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ബിമാകാനൂ യക്ദിബൂൻ, അവർ കളവാക്കിയത് കൊണ്ട് എന്ന് അള്ളാഹ് പറയാണ്. ഇതിന്റെ കൂടുതൽ ആയത്തേക്ക് നമ്മൾ നടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ എന്താ നിഫാഖ്, നിഫാഖിന്റെ ഇനങ്ങൾക്ക് പറഞ്ഞില്ലേ? നിഫാഖ് ഇഹ്തിഖാദ് ഉണ്ട്, നിഫാഖ് അമലി ഉണ്ട്, നിഫാഖ് ഖുലുഖി ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അവസാനത പറഞ്ഞു വെച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറദ് എന്ന് പറഞ്ഞു. എന്താ ഈ മറദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. നിഫാഖിനെ കുറിച്ച് പറഞ്ഞതാണ്
അവര് ഉള്ളൊന്നിക്കാൻ പുറത്ത് വേറെക്കാരനാണ് അല്ലെ. ഉള്ളിലൊന്നും പുറത്ത് വേറെ, രഹസ്യത്തിൽ വേറെ ജീവിതക്കാരും പരസ്യത്തിലും വേറെ പോലെക്കാരും. ആൾക്കാരുടെ ഇടയിൽ ഉഷാർ നല്ലവൻ, മാഷാ അല്ലാഹ്, നിസ്കാരത്തിലുണ്ട്, പള്ളിക്ക് വരുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. പക്ഷെ ഓരോ ഒറ്റക്കാകുമ്പോൾ അവൻ എന്ത് ചെയ്യാണ്? തെറ്റ് ചെയ്യാണ്, ഹറാമ് കാണാണ്, ഹറാമായ മ്യൂസിക്കുകൾ കേൾക്കുകയാണ്. ഇങ്ങനെ ഒറ്റക്കാകുമ്പോൾ വേറെ ഒന്ന്, ആൾക്കാരുണ്ടാകുമ്പോൾ വേറെ ഒന്ന്. ഇതിനെന്ത് പറയാം? നിഫാഖ് എന്ന് പറയാം. ഉള്ളിൽ എന്താണ്? പച്ചയായ കുഫർ, പുറത്തോ നല്ല വിശ്വാസം. ഇതാണ് കുഫർ എന്ന് പറയാം. ആ കൂടുതൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടാകും അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച കാര്യമാണ്. അതിക്കൊന്നും പോകുന്നില്ല. പുറത്ത് നല്ല മനുഷ്യൻ, ഉള്ളിലോ പച്ചയായ തെമ്മാടിത്തം നടത്തുന്ന ആൾക്കാർ. ഇതൊക്കെ എന്താണ്? നിഫാഖ്. അതൊക്കെ രോഗമാണ്, ഉള്ളിലത്തെ രോഗമാണ്, മാനസികമായിട്ട് രോഗമാണ് പറഞ്ഞാല് നിഫാഖ് എന്നുള്ളത് ഉള്ളിൽ രോഗമാണ്. മാത്രമല്ല ഇതിന് വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് എന്ത്? ചില പണ്ഡിതന്മാര് ഈ മറദിനെ കൽബിന്റെ രോഗം എണ്ണിയത് ഇത്തിബാഉൽ ഹവയാണ്, ഇച്ഛയെ പിൻപറ്റും. ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും സങ്കടകരമായ കാര്യം എന്ത്? സ്വന്തം ഇഷ്ടമാണ് ചെയ്യാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്റെ ഇഷ്ടം, മൈ ചോയ്സ് മൈ ബോഡി, നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്തും ചെയ്യും. അതിന്റെ പേരെ ലിബറലിസം പോലുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പുറത്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ, അതിൽ ഒരു നടൻ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലെസ്ബിയൻ കപ്പിൾസിനെ നോർമലൈസിംഗ് വിഷയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് നമ്മൾ പഠിക്കുന്ന വിഷയമാണ് ലിബറലിസം. ലിബറലിസം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിബാഉൽ ഹവയാണ്. സ്വന്തം എന്താ തോന്നുന്നത് ചെയ്യും, സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറയും, ഉദാര ചിന്ത എന്നൊക്കെ നമ്മൾ പറയും. എനിക്കെന്ത് തോന്നുന്നത് അത് ഞാൻ ചെയ്യും. എനിക്ക് ആണാൻ തോന്നിയാൽ ഞാൻ ആണാവും, എനിക്ക് പെണ്ണാൻ തോന്നിയാൽ ഞാൻ പെണ്ണാവും, എനിക്ക് മൃഗാന്ന് തോന്നിയാൽ മൃഗാവും, എനിക്കിപ്പോൾ ഒരു ആണോട് ബോധിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മൃഗത്തോടാണ് മൃഗത്തോട്. അങ്ങനത്തെ ചിന്തകൾക്കാണ് എന്താ പറയാ ലിബറൽ ചിന്തകൾ എന്ന് പറയാം. ഇതൊക്കെ ഇത്തിബാഉൽ ഹവയാണ്, ഹവയെ പിന്തുടരുന്ന പ്രശ്നമാണ്. ഹവയെ പിന്തുടർന്നു കഴിഞ്ഞാൽ, അതായത് സ്വന്തം ഇച്ഛകളെ പിന്തുടർന്നു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാല് എല്ലാം പരാജയത്തൊക്കെ പോകുള്ളൂ. സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നമ്മളൊക്കെ പരാജയത്തൊക്കെ പോകുള്ളൂ. ഈ ഇച്ഛ എന്ന് പറയുമ്പോൾ, ഇത്തിബാഉൽ ഹവ എന്ന് പറയുമ്പോൾ ഇസ്ലാമിന് നേരെ ഓപ്പോസിറ്റ് ആണ്. റസൂൽ എന്ത് പഠിപ്പിച്ചോ, അള്ളാഹ് എന്ത് പഠിപ്പിച്ചോ, ദീൻ എന്താണോ അത് നേരെ ഓപ്പോസിറ്റ് ആണ് എന്താവുള്ളൂ, ഇത്തിബാഉൽ ഹവ ആവുള്ളൂ. കാരണം നമ്മൾ സൃഷ്ടിച്ചതാരാണ്? അള്ളയാണ്. നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു മെഷീൻ കണ്ടെത്തി, റോബോട്ടിനെ കണ്ടെത്തി. ആ റോബോട്ട് എങ്ങനെ പ്രവർത്തിക്കും? നമ്മൾ പറഞ്ഞ ചില പ്രവർത്തിക്കുള്ളൂ അല്ലേ? എന്നതുപോലെ നമ്മ സൃഷ്ടിച്ച സട്ടാവുണ്ട്. ആ സട്ടാവ് പറഞ്ഞ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള എന്തുണ്ട്, രേഖകളുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ കൂടെ പോകുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, യഥാർത്ഥ റൂട്ടിൽ കൂടെ പോകത്തുള്ളൂ. നേരെ മറിച്ച് സ്വന്തം ഇഷ്ടമാണ് ചെയ്യില്ല, ആ റൂട്ട് എത്തുകയാണ്. ഇത്തിബാഉൽ ഹവയെ നേരെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇസ്ലാമിന്റെ വിപരീതമാണ്, അല്ലെങ്കിൽ അന്ന് റസൂൽ പഠിപ്പിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നാസിആത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലാഹ് പറയുന്നുണ്ട്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹനെ ഭയപ്പെട്ട്, വനഹ നഫ്സ അനിൽ ഹവ, സ്വന്തം ദേഹേച്ഛയിൽ മാറ്റി നിർത്തിയിട്ട് അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾക്ക് ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വരുന്നതാണ് സ്വർഗ്ഗമാണെന്നാണ്. സ്വർഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആയത്തിനെ പഠിക്കണം. കേവലം സ്വർഗം സ്വർഗം പറഞ്ഞാല് കുറെ നല്ല കാര്യങ്ങളുണ്ട്, കുറെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കിട്ടും, അങ്ങനെ പഠിക്കാതെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് സ്വർഗം നരകമൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട വിഷയം. എന്നാലും എന്ത് ചെയ്യുള്ളൂ, ആ സ്വർഗത്തോട് കൂടെ അടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ, നന്മകൾ ചെയ്യാനുള്ള ദോഷം ലഭിക്കുള്ളൂ. അപ്പൊ ആ സ്വർഗത്തേക്ക് എത്താനുള്ള ഒരു മാർഗമാണ് ഇത്തിബാഉൽ ഹവ ഒഴിവാക്കുക. ഹവയെ പിന്തുടരാതെ അള്ളാഹും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ ജീവിക്കുക എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാൻ സാധിക്കും. അത് നേരെ തൊട്ട് മുമ്പ് എന്താ പറയുന്നുണ്ട്, فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى. فأما من طغى, ഒരാൾ എന്ത് ചെയ്യാണ്, തുഗിയാൻ, അതിക്രമം ചെയ്യാണ്. അതിക്രമം ചെയ്യാൻ എന്താണ്? സ്വന്തം ഹവയെ പിൻപറ്റുക.
അങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ അവന്റെ സങ്കേതം നരകമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒരാൾ ഇത്തിബാഉൽ സ്വീകരിക്കുക, അവയെ പിന്തുടരുക എന്ന് പറയുമ്പോൾ അത് നരകത്തിൽ എത്തിക്കുന്നതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും പറഞ്ഞതാണ് ഈ അവയെ കുറിച്ച്. അല്ലാഹു പറയാണ് ഫഇല്ലം യസ്തജീബു ലക ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്. അല്ലാഹു അങ്ങനെ വിശദീകരിച്ച് നമ്മൾ പറയാണ് ഹവയെ പിൻപറ്റുന്ന, സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്നതിനേക്കാളും ഏറ്റവും വലിയ അതിക്രമം വേറെ ആരുള്ളത്? വേറെ ഏതാണെന്നാണ്. ഏറ്റവും വലിയ പലാലത്ത് എന്ന് പറഞ്ഞാൽ ഇത്തിബാഉൽ ഹവയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതാണ് മുനാഫിഖിന്റെ പണിയുന്നത്. സ്വന്തം ഇച്ഛയെ പിൻപറ്റി എന്ത് ചെയ്യാം? ജീവിക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ പറയുമ്പോൾ ഈ ലിബറലിസം പോലെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതൊക്കെ ഒരു നിഫാഖിനോടാണ് നമുക്ക് കാണാൻ സാധിക്കും. പുറത്തു ഷോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ എന്താണ് ഈ ലിബറൽ ചിന്താഗതികൾ മുന്നോട്ട് കൊണ്ടുപോകണം. സന്തോഷത്തിന് വേണ്ടി ജീവിക്കുക. ഈ കുഫ്ർ ഖുറാഫാത്ത് ചെയ്യുന്ന വിഷയം അതൊക്കെ എന്താണ് ഇത്തിബാഉൽ ഹവയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? തോന്നിയാസം കാണും, ഹറാമ് ചെയ്യാം, ഹറാമ് കാണുന്നതൊക്കെ ഇത്തിബാഉൽ ഹവയാണ്. ഇത്തിബാഉൽ ഹവന്റെ നേരെ വിപരീതമാണ് എന്ത്? ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ. അതുണ്ടാകുമ്പോൾ എന്തുള്ള യഥാർത്ഥ കൂട്ടം നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അതല്ലാത്തതൊക്കെ ഇത്തിബാഉൽ ഹവയാണ്. അതിന് നിഫാഖായാലും ശരി, കുഫറാണെങ്കിലും ശരി, ഖുറാഫാത്തുകളാണെങ്കിലും ശരി, ബിദ്അത്തുകളാണെങ്കിലും ശരി, ഇതൊക്കെ പോകും. നമുക്ക് കാണാൻ സാധിക്കും. പഠനങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ തെറ്റിപ്പോകുക. ഒന്ന് ബിദ്അത്താണ്, രണ്ട് ഇത്തിബാഉൽ ഹവയാണ്. കാരണം ഈ രണ്ട് വർഷം വെച്ചാൽ ഞാൻ തെറ്റാണ് ചെയ്യുന്നത് നമുക്ക് ബോധപ്പെടില്ല. ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നുണ്ട്, അയാൾ വിചാരിക്കുക അത് നല്ലതല്ലേ, കുഴപ്പമില്ല, അങ്ങനെ ചെയ്തുകൊണ്ട് പോകും. ഇത്തിബാഉൽ ഹവ സ്നേഹിക്കുന്ന ആളോ, സ്വന്തം നിശ്ചയം പറ്റുന്ന ആളോ, അത് കുഴപ്പമൊന്നുമില്ല, എന്റെ ചിന്തക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് തെറ്റും, എന്ത് ചെയ്യും? അത് ചെയ്യും. അതാണ് രണ്ട് പ്രശ്നങ്ങൾ. ഇത് രണ്ടാണ് ഒരു മനുഷ്യനെ ഏറ്റവും മോശമായ ദിക്ക് നയിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അതുകൊണ്ട് തന്നെ അല്ലാഹു പറയാനുണ്ട്, ഇവിടെ പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദാന പറഞ്ഞു. അവരുടെ മനസ്സിൽ എന്തുണ്ട്? രോഗം ആദ്യം തന്നെ ഉണ്ട്. അപ്പൊ എന്താ ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗത്തെ വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഈ ഒരു കാര്യത്തിന് നമുക്ക് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നാണ്. ഉദാഹരണത്തിന് ഒരാൾ എന്ത് ചെയ്യണം? ഒരാള് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി, അപ്പൊ എന്തുണ്ടാവുക? അള്ളാഹുവിന്റെ മേലിൽ 10 സ്വലാത്ത് ചൊല്ലും. അതായത് നമ്മൾ എന്താണോ ചെയ്തത് അതുപോലെ നമുക്ക് പ്രതിഫലം ലഭിക്കും. അത് ഷർറാണെങ്കിൽ ഷർറ് കിട്ടും, നന്മ ലഭിക്കും. അപ്പൊ അത് നന്മ ഇരുന്ന് എന്ത് ചെയ്യും? അതേ നന്മ നമുക്ക് ലഭിക്കും. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തിലേക്കോ അള്ളാഹു സ്വലാത്ത് ചൊല്ലി എന്ന പോലെ ഇവിടെ എന്താ പറയുന്നത്? ഓരോ മനസ്സിലാക്കുന്നുണ്ട് ഒരു മറവ് രോഗമുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തു വീണ്ടും രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. വേറെ ആയത്തിൽ കാണാൻ സാധിക്കും ഒരു തെറ്റിപ്പോയി, അപ്പൊ അങ്ങനെ ചെയ്തു തെറ്റിച്ചു കളഞ്ഞു. തഫ്സീറൊക്കെ വായിക്കുമ്പോൾ അതിൽ കൂടുതൽ കാര്യമാണിത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അതായത് നമ്മൾ എന്താ ചെയ്തത് അതനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കും. അത് നന്മയാണെങ്കിൽ നന്മ ലഭിക്കും, തിന്മയാണെങ്കിൽ തിന്മ ലഭിക്കും. ഇപ്പൊ നമ്മൾ ഒരാളെ ഹിദായത്ത് ചെയ്തു, ഒരാളെ ദഅവത്ത് ചെയ്തു, ഹിദായത്തിന് ചിന്തിച്ചു. അപ്പൊ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും? ഇതിൽ പുണ്യം വർദ്ധിപ്പിച്ചു തരും. ഹിദായത്ത് തരുന്നതാണ്. വീണ്ടും നമുക്ക് ഹിദായത്ത് തരും. നമ്മളൊരാളെ ഹിദായത്ത് ചെയ്താൽ അത് നമുക്ക് ഹിദായത്ത് തരുന്നു. അതെന്താണ്? നമ്മളെ ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ ഉദാഹരണം കാണാൻ സാധിക്കും. ഏതിന്? അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നതിന്. മറ്റൊന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ എന്ത് ചെയ്തു? വ്യഭിചാരാനുഭവം ഉണ്ടായല്ലോ, നമ്മൾ പഠിച്ചുണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചരിച്ചു പറഞ്ഞിട്ട് മുനാഫിഖുകൾ പാടി ഇറങ്ങിയിരുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരൻ ആയിഷ ബീവിന്റെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവിന് കൊടുത്ത ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയടക്കം ആയിഷ ബീവിയെ കുറിച്ച് മോശം പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇനി എന്തെയില്ല അദ്ദേഹത്തിന് ചെലവെടുക്കൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഫഅഫു വസ്ഫഹു അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും. പുറത്തുകൊടുക്ക്, മാപ്പാക്കി കൊടുക്ക്, നീ ഇഷ്ടപ്പെടുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരാൻ വേണ്ടിയാണ്. അപ്പൊ അല്ലാഹു പറയുന്നത് നമ്മൾ ഒരാൾക്ക് മാപ്പ് കൊടുത്താല് അത് നമുക്ക് എന്ത് ചെയ്യും? പുറത്തു തരും.
ഇതൊക്കെ ജൻസിനാണ്. നമ്മൾ എന്താ ചെയ്തത് അത് നമുക്ക് എന്ത് ചെയ്യും ലഭിക്കുക എന്നുള്ളത്. നന്മ ചെയ്താൽ അതേ നന്മ നമുക്ക് ലഭിക്കും, ഒരു തിന്മ ചെയ്താൽ അതേ തിന്മ എന്ത് ചെയ്യും നമുക്ക് ലഭിക്കും. അതാണ് എന്താ പറയുന്നത്, ഈ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദാ. അവരുടെ കൽപ്പിൽ ആദ്യത്തെ രോഗം ഉണ്ടായിരുന്നു, അപ്പൊ എന്ത് ചെയ്തു വീണ്ടും രോഗത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നാണ്. ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഫസാദഹുമുല്ലാഹു മറദാ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെതിരെ പ്രാർത്ഥിച്ചതാണ്. അവർക്ക് ഇനി രോഗം കൂടട്ടെ എന്നൊരു പ്രാർത്ഥനയെ കൊണ്ട് കൊടുത്തതാണ് ഈ ആയത്തിന്റെ ഫസാദഹുമുല്ലാഹു മറദാ. നമ്മൾ സാധാരണ പറഞ്ഞ് ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ, അള്ളാഹു നിനക്ക് ജസാ ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന പോലത്തെ ജുംലയാണിത്, ഒരു വാക്യാണിത്. ഫസാദഹുമുല്ലാഹു മറദാ, അള്ളാഹു നിനക്ക് വീണ്ടും രോഗത്തെ വർദ്ധിപ്പിച്ച് തരട്ടെ. മുനാഫിക്കുകൾക്കെതിരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായാലും കുഴപ്പമില്ല, രണ്ട് തഫ്സീർ ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ പ്രശ്നമെങ്കിൽ എന്ത് ചെയ്യാം സ്വീകരിക്കാനാണ്. ഒരാഴ്ചന് രണ്ട് തഫ്സീർ വന്നു, അത് രണ്ടും അർത്ഥം ശരിയാണെങ്കിൽ എന്ത് ചെയ്യാം സ്വീകരിക്കുന്നത് കുഴപ്പമില്ല. രണ്ടും നമുക്ക് പറയാം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർക്കെതിരെയുള്ള പ്രാർത്ഥന എന്ന് പറയാം, അല്ലെങ്കിൽ അവർ കൽബിൽ ആദ്യത്തെ രോഗം ഉണ്ടാക്കുന്നത് അള്ളാഹു വീണ്ടും രോഗം കൊടുക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഇവിടെ രോഗം കൊണ്ട് തെച്ചെന്നാണ് അവരുടെ മനസ്സിൽ ശക്കുണ്ട്, യഥാർത്ഥ വിശ്വാസമില്ല, ഉള്ളിൽ വേറൊന്നും പുറത്ത് വേറൊന്നാണെങ്കിൽ അതെന്ത് ചെയ്യും വീണ്ടും അതുണ്ടാക്കി തരുന്നതാണ്, നന്നാവാൻ കഴിയുക എന്നാണ്, വീണ്ടും ചെയ്യും വിശ്വാസത്തിലേക്ക് പോകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തില് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ് വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനാജനകമായ ശിക്ഷ നൽകുന്നതാണ്. അലീം, അദാബുൻ അലീം, അദാബ് എന്നാൽ ശിക്ഷ, അലീം എന്നാൽ വേദനാജനകമായ ശിക്ഷ എന്നാണ്. മുനാഫിഖുകളുടെ ശിക്ഷ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ശിക്ഷകളാണ് പഠിക്കുന്നത്, ഒരുപാട് ശിക്ഷ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതുണ്ട്. അതിൽ ഒന്നാണ് എന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മുനാഫിഖുകൾക്ക് അമലുകൾ ബാത്തിലാക്കി കളയുന്നതാണ്. കുറെ നിസ്കരിച്ചിട്ടുണ്ടാകും, നോമ്പെടുത്തിട്ടുണ്ടാകും, ദിക്റുണ്ടാകും, ഖുർആൻ ഓതിയിട്ടുണ്ടാകും, അതുപോലെ തന്നെ ജമാഅത്ത് ഒഴിവാക്കിയിട്ടുണ്ടാകൂല, അങ്ങനെ കുറെ അമൽ ചെയ്തിട്ടുണ്ടാകും ആൾക്കാരെ കാണിക്കാനുള്ളതൊക്കെ. പക്ഷെ അള്ളാഹ് പറയാണെന്ത്, അവർ അമൽ അള്ളാഹ് എന്ത് ചെയ്യും പൊളിച്ചു കളയുന്നതാണ്. നാളെ പരലോകത്ത് വരുന്ന സമയത്ത് മൂന്നാളുകൾ കടന്നു വരുന്നതാണ്. ഒന്ന് ഖുർആൻ ഓതി ഖുർആൻ പഠിപ്പിച്ച ആൾ, രണ്ട് സ്വതക്ക നൽകിയ ദാനശീലൻ, മൂന്ന് ജിഹാദ് ചെയ്ത് ഷഹീദായ മനുഷ്യൻ. ഒരു മൂന്നാൾ അള്ളാന്റെ കോടതിക്ക് വരുന്നതാണ്. അള്ളാന്റെ കോടതിക്ക് വന്നിട്ട് അള്ളാഹ് ചോദിക്കും എന്താ ചെയ്തത്. അപ്പൊ ഷഹീദായ മനുഷ്യൻ പറയുന്നത് ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായിട്ടുണ്ട് റബ്ബേ. അപ്പൊ അന്ന് തിരിച്ചു പറഞ്ഞു വല്ലാത്തൊരു വാചകമുണ്ട്, അയച്ചേക്കണം. യുദ്ധം എന്ന് പറഞ്ഞാല് ചിന്തിക്കാൻ കഴിയില്ല, നമുക്കതിന്റെ ധൈര്യം ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അയച്ചേക്കുക, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താത്തത്? സഹാബത്തെക്കൊണ്ട് റസൂലുള്ളാഹിയുടെ സഹാബത്തെക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബത്തുകൾ തിരഞ്ഞെടുത്തു അല്ലേ? ലക്ഷക്കണക്കിന് സഹാബത്തുണ്ട്. എന്തുകൊണ്ട് എന്നെ നിങ്ങളൊന്നും സഹാബത്തിന്റെ കൂട്ടത്തിൽ തിരഞ്ഞെടുത്തില്ല? അതിന്റെ കൈവക്കില്ല എന്നാണ്. അങ്ങനെ യുദ്ധം ചെയ്ത സഹാബത്ത് അല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള കുറെ സ്ഥലത്ത് നമുക്കറിയാം. എന്ന പോലെ ഒരു മനുഷ്യൻ എന്ത് അള്ളാന്റെ ഭാഗത്ത് രാവിലെ ചെന്ന് അള്ളാന്റെ ഭാഗത്ത് യുദ്ധം ചെയ്യാണ്. യുദ്ധം ചെയ്തിട്ട് കുറെ വെട്ടേച്ച് കൊല്ലപ്പെട്ടു. അങ്ങനെ അള്ളാഹ് കോടതി വരിക, അള്ളാഹ് ചോദിക്കാണ് എന്താ ചെയ്തത്. പറഞ്ഞു ഞാൻ നിന്റെ ഭാഗത്ത് യുദ്ധം ചെയ്തു ഷഹീദായിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് പറയാം നീ പറഞ്ഞ കള്ളാണ്. ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. രാവിലെ നമ്മള് ഒരാളെ കീഴിൽ പണിക്കാൻ പോയി, കൂലിപ്പണിക്കോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ പോയി, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പോയി. ഞാൻ ജോലി ചെയ്ത് വൈകുന്നേരമായിട്ട് രാത്രിയായിട്ട് നമ്മൾ ശമ്പളം വാങ്ങാൻ പോവാണ്. അപ്പൊ അവിടുത്തെ ഒരാളെ അറിയണത് നമുക്ക് ശമ്പളം ഇല്ല, ചെയ്ത പണി ശരിക്കില്ല അങ്ങനെ ഉണ്ടാകും. സഹിക്കോ? ഇല്ലല്ലോ. ഒരു ദിവസം കഷ്ടപ്പെട്ട് വിയർത്ത് ഒലിച്ച് പണിയെടുത്തിട്ട് ഒന്നും കൂട്ടുക അറിയുമ്പോൾ എന്ന പോലെയാണ് മുനാഫിഖുകൾ. നല്ലോ പണിക്കുണ്ടാവും, നിസ്കരിക്കുണ്ടാവും, നോമ്പെടുക്കുണ്ടാവും, എല്ലാ സ്ഥലത്തും ചെയ്യുന്നുണ്ടാവും. പക്ഷെ നാളെ പരലോകത്ത് വരുമ്പോൾ ചെയ്യാം അത് സ്വീകരിക്കുക എന്നാണ്. അങ്ങനെ ഈ ഷഹീദായ മനുഷ്യനെ അത് നരകത്തേക്ക് ഒഴിച്ചത്. വീണ്ടും ധാരാളം സമ്പത്ത് നൽകപ്പെട്ട വ്യക്തി വരും, കുറെ സ്വതക്ക ചെയ്തിട്ടുണ്ടാകും. അന്ന് ചോദിക്കുക എന്താ ചെയ്യുന്നത്? പോലെ ഞാൻ നിന്റെ മാസം സ്വതക്ക ചെയ്തു, പാവപ്പെട്ട സഹായിച്ചു, ഭക്ഷണം കിട്ടാത്തത് ഭക്ഷണം കൊടുത്തു. അതുപോലെ നീ പറഞ്ഞ കള്ളാണ്
നരകത്തിൽ വെച്ചാലും. മൂന്നാമത്തെ ആള് ഖാരിയാണ്, ഖുർആൻ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. ഖുർആൻ എന്ന് പറയുന്ന ആ ഖുർആൻ പഠിച്ചിട്ട് അത് പഠിപ്പിക്കുന്ന വ്യക്തി നാളെ പരലോകത്ത് വരും. അതെന്ത് പറയും? അവൻ നരകത്തേക്ക് വലിച്ചെറിയുന്നതാണ്. ഒറ്റ കാരണമുള്ളൂ, എന്താ? മനസ്സിൽ റിയാ ഉണ്ടായിരുന്നതാണ്. റിയാന്റെ വിഷയം പറയുമ്പോൾ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കലാണ് നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ ദിക്റുകൾ. ഒന്നും വേണ്ട, നമ്മളിവിടെ ഇരിക്കുന്നത് ജസ്റ്റ് ആലോചിച്ച് നോക്കി. ഇവിടെ ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് പൂർണ്ണമായ ഖലാസോടുകൂടി, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ നമ്മൾ ചീത്ത പറയുന്നു, അല്ലെങ്കിൽ നാട്ടുകാരെ എന്താ പറയാ, ഞാൻ പറയുന്നെങ്കിൽ മോശമല്ലേ എന്ന് ചിന്താനും പോയി എന്നാണ്. നമ്മൾ ഇരിക്കുന്നത് നമുക്ക് കൂലി കിട്ടണമെങ്കിൽ പൂർണ്ണ ഖലാസ് വേണമെന്നാണ്. ഖലാസിൽ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ ചെറിയൊരു ചിന്ത ഉണ്ടായാൽ മതി. മറ്റൊരു കണ്ടോട്ട് നമുക്ക് ആവാസം വരുന്നതാണല്ലോ എന്ന ചിന്ത ഉണ്ടായിക്കോട്ടെ, ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. അപ്പൊ പൂർണ്ണ ഖലാസ് വേണമെന്നാണ്. അപ്പൊ റിയാ എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനുണ്ടാവും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ കാരണമാണെന്നാണ് റിയാ എന്നുള്ളത്. അത് വന്നാൽ കഴിഞ്ഞു, യാതൊരു കാര്യം ഉണ്ടാവില്ല. മാത്രമല്ല നാളെ പരലോകത്ത് കുറച്ച് കൂട്ടാൾക്കാർ വരും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹ് പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ. നിങ്ങൾ ദുനിയാവിൽ ആരെ കാണിക്കാനാണോ പറയുന്നത്? നിങ്ങൾ നിസ്കരിച്ച ആരെ കാണിക്കാനാ? നിങ്ങൾ നോമ്പൊറ്റ ആരെ കാണിക്കാനാ? ഇതൊക്കെ ആരെ കാണിക്കാനാ? ഓരോരുത്തർ പോയിക്കോളി, ഓരോ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഹൽ തജിദൂന ഇൻദഹും ജസാ. അവരെടുത്ത് വല്ല നന്മയോ അവർക്ക് വല്ല പ്രതിഫലം ഉണ്ടോ എന്ന് നോക്കിക്കോളി എന്ന് അവരോട് പറയുന്നത്. അവരുടെ ഈ റിയാ ആൾക്കാരോട്. റിയാ എന്ന് പറഞ്ഞത് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പറയാം, മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യാം, ഇതുണ്ടാകാൻ പാടില്ല. എന്ത് റിയാ പറഞ്ഞാല് റസൂൽ ശരീകരിക്കുന്നുണ്ട്. ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ കയറി വന്നു, അപ്പൊ നമ്മളും ചെയ്യണം, അവിടെ വന്നല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഉഷാറാക്കുക. റിയാണെന്നാണ്. ജസ്റ്റ് അഴിച്ചാൽ മതി. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും നമ്മൾ പള്ളി വന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ നിസ്കാരത്തിന്റെ കോലം എങ്ങനെയാണ്? നമ്മൾ ഒറ്റക്ക് രാത്രിയൊക്കെ എണീറ്റ് നിസ്കരിക്കുന്നതും വീട്ടിലൊറ്റക്ക് നിസ്കരിക്കുന്നതും നമ്മൾ പള്ളി വന്ന് ജമാഅത്തെ നിസ്കരിക്കുന്നതും അല്ലെങ്കിൽ ജമാഅത്ത് വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരം ജസ്റ്റും താനം ചെയ്താൽ മതി. വീട്ടിൽ നിസ്കരിക്കുമ്പോൾ പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കുന്നുണ്ട് എങ്കിൽ അത് നിഫാഖിന്റെ അടയാളമുണ്ടെന്നാണ്. ആ നിഫാഖിന്റെ അടയാളമുണ്ട് മറ്റവരെ കാണിച്ച് നിസ്കരിക്കുക. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മുനാഫിക്കിനെ കുറിച്ച് എന്താ പറഞ്ഞു വെച്ചാൽ അള്ളാനെ അവർ ഓർക്കൂല, ഇല്ലാ ഖലീല. അപ്പൊ അള്ളാനെ കുറച്ചവർ ഓർക്കുന്നു. നിസ്കരിക്കുമ്പോ അള്ളാനെ കുറച്ച് ഓർക്കുന്നു. നമ്മൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കാം, നമ്മളെ നിസ്കാരത്തിൽ കുറച്ചെങ്കിലും അള്ളാനെ ഓർക്കാറുണ്ടോ? നിസ്കാരം അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോഴാണ് നമുക്ക് ബോധം വരുന്നുണ്ടെങ്കിൽ കാര്യമില്ല. അതാണ് നിസ്കാരത്തിൽ നമുക്ക് എന്തുണ്ടാവുക? അങ്ങനെ ചെയ്യപ്പെട്ട അടുത്ത പ്രായം എന്താണ്? ഇത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ചിന്ത വരിക. ചെയ്തന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചത്. കാരണം എന്താ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവിടെ നിസ്കാരം എന്താണ്? ഖുശൂഅോട് കൂടിയാണ്. നമ്മുടെ നിസ്കാരം ജസ്റ്റ് പരിശോധിച്ച് നോക്കുക. നമ്മളിന്ന് മഗ്‌രിബ് നിസ്കരിച്ചു ഇല്ലേ? നമ്മളിന്ന് അസ്റും ദുഹറും സുബ്ഹിയൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും. ഈ നിസ്കാരമൊക്കെ ഖുശൂ ഉണ്ടോ? നിസ്കാരങ്ങളൊക്കെ പൂർണ്ണമാണ്. ജസ്റ്റ് ചിന്തിച്ചു നോക്കി, ജസ്റ്റ് വായിച്ചു നോക്കി. അള്ളാനെ ഓർത്ത് നിസ്കരിക്കാൻ വായിച്ചിട്ടുണ്ടോ? മുനാഫിക്കുകൾ കുറച്ച് അള്ളാനെ ഓർക്കും നിസ്കാരത്തിൽ. നമ്മൾ കുറച്ചെങ്കിലും ഓർക്കാറുണ്ട്, നമ്മൾ ഓർക്കണം. അതാണ് നിഫാഖിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചുപോലും കുറച്ച് അള്ളാനെ അവർ ഓർക്കുള്ളൂ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അമലുകൾ അത് ബാക്കിയായിരിക്കണം എന്ന്. സൂറത്തുൽ കഹ്ഫ് എല്ലാവരുടെയും നമ്മൾ ഓർക്കുന്നതാണ് അല്ലേ? സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് എന്താ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹ് പറയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. ഞാൻ അറിയിച്ചരട്ടെ, ചില ആളുകളുണ്ട് അവിടുത്തെ എന്താ ബിൽ അഖ്സരീന അഅ്മാല, കുറേ ചെയ്തിട്ട് എല്ലാ അമലുകളും ഹസാറത്തായിട്ടുള്ള നഷ്ടപ്പെട്ട പോയിട്ടുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹ് പറയാണ്, അല്ലദീന ضل സഈഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. അവര് ദുനിയാവിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനവും
വല്ല സഈഹും അവരെ സഈ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യും വല്ല വൈകേടിലാണ്. വഹും യഹ്സബൂൻ അന്നഹും യഹ്സനൂന സുനഅ അവർ വിചാരിക്കണം എന്താ നാളെ പരലോകത്തെത്തുമ്പോൾ എനിക്ക് കുറെ അമലുണ്ടല്ലോ, ഞാൻ സ്കെച്ചുന്നല്ലോ, ഞാൻ നോമ്പോറ്റുന്നല്ലോ, ഞാൻ ഖുർആൻ ഓതുന്നല്ലോ, ഞാൻ റമദാനിൽ ഫുൾ നോമ്പോറ്റുന്നല്ലോ, ഇതൊക്കെ ചെയ്തതാണെന്ന് അവരുടെ മനസ്സിലുണ്ടാവും. ഇതൊക്കെ കൂലിട്ടുന്നതാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞു അവന് വിചാരതാണ് ഞാൻ കുറെ നിസ്കരിച്ചു നോമ്പോറ്റുന്നു. അള്ളാഹ് പറയാ അമല് ചെയ്തിട്ട് എല്ലാം ഹസാറത്തിലായ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ് നിഫാഖിന്റെ ആൾക്ക് മുനാഫിഖീൻ ലഭിക്കുന്ന ഒന്നാമത് ശിക്ഷയാണ്. അമലൊക്കെ ചെയ്യും അള്ളാഹ് ബാത്തിലാക്കി കളയുന്നു. അത് നമ്മൾ കാത്തിരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം അള്ളാന്റെ ലഅനത്ത് ലഭിക്കുന്നു. അള്ളാന്റെ ലഅനത്ത് ലഭിക്കുന്നു. അള്ളാന്റെ ലഅനത്താണ് അള്ളാന്റെ ശാപം ലഭിക്കുന്നു. അള്ളാന്റെ ശാപം ലഭിക്കുക എന്ന് പറഞ്ഞാൽ തുറന്നു റഹ്മത്തില്ല എന്നാണ്. അള്ളാന്റെ റഹ്മത്ത് നമ്മൾ വിദൂരാക്കുന്നു. അള്ളാഹ് റഹ്മാനാണ്, അള്ളാഹ് റഹീമാണ്, അല്ലെ? അർഹമുർ റഹീം എന്ന് പറയാറുണ്ട്. ആ റഹ്മാനായ റഹീമായ റബ്ബിന്റെ റഹ്മത്ത് നമ്മൾ ചെയ്യും വിദൂരത്തിലാകുന്നു. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലെ സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വഹാബ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകൂല. ആരുടെ പറയുന്നത്? സ്വഹാബത്തിന്റെ പറയുന്നത്. കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂബക്കർ ഫിൽ ജന്ന എന്ന് പറഞ്ഞ ആളാണ്. അമലുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ അമൽ ചെയ്തത് റസൂലുള്ള, പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ വലിയ ഇസ്ലാമിന്റെ റസൂലുള്ള കഴിഞ്ഞ് പ്രവാചകന്മാരെ കഴിഞ്ഞ് ഒന്നാമതായിക്കൊണ്ട് ഈ ഉമ്മത്തിൽ സ്വർഗ്ഗത്തിൽ പോകുന്ന മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ള പറയുന്നുണ്ട്, എന്റെ ഖലീലായിക്കൊണ്ട് ഒരാൾ സ്വീകരിക്കുമെങ്കിൽ ഞാൻ അബൂബക്കറിനെ സ്വീകരിക്കുമായിരുന്നു. അത്രമാത്രം ഫضലുള്ള മനുഷ്യനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖുർആൻ ഓതി കഴിഞ്ഞാൽ കരയുമായിരുന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് പോയിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ റസൂൽ അങ്ങനെ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു മനുഷ്യനാണ്. അത്രമാത്രം അള്ളാഹു റസൂൽ വിശ്വസിച്ച് ജീവിച്ച മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ടാകുമ്പോൾ റസൂൽ പറയാനെന്ത്, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വർഗ്ഗത്തിൽ പോകൂല. ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. ഉമർ ഫിൽ ജന്ന എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വഴിയിലൂടെ പോകുകയാണ്, റോട്ടിലൂടെ പോകുകയാണ്. ശൈത്താൻ ആ ഭാഗത്ത് വരില്ല എന്നാണ്. അത്രയും പോലെ ശൈത്താൻ കടക്കും പേരുടെ മനുഷ്യനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ശൈത്താൻ വേറെ റോട്ടിൽ പോകുന്നതാണ്. അത്രമാത്രം ഫضലുള്ള മനുഷ്യനാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള എല്ലാ സ്വഹാബത്തിനും റസൂൽ പറയുന്നത്, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വർഗ്ഗത്തിൽ പോകൂല. സ്വഹാബത്ത് ആകെ പേടിച്ചുപോയി. സ്വഹാബത്ത് തിരിച്ചു ചോദിക്കാണെന്ത്, റസൂല് നിങ്ങൾ അങ്ങനെ തന്നെയാണോ? നിങ്ങൾ കുറെ അമലുകളുടെ റസൂലെ, നിങ്ങൾ ചെയ്ത പ്രവർത്തനം നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകും? റസൂൽ ബല, ഞാനും പോകൂല, ഞാനും സ്വർഗ്ഗത്തിൽ പോകില്ല. അയച്ചോക്കാം. അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ചെയ്ത പ്രവർത്തനം ഞാൻ സ്വർഗ്ഗത്തിൽ പോകൂല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇല്ലാ യതഗമ്മദി അല്ലാഹു ബിറഹ്മതി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ടല്ലാതെ എന്നാണ്. അള്ളാന്റെ റഹ്മത്ത് ലഭിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹിന് ഇഷ്ടം ലഭിക്കുക, അള്ളാഹിന് തൃപ്തി ലഭിക്കുക, അള്ളാഹിന്റെ റഹ്മത്ത് ലഭിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മരിക്കുന്ന സമയത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, മലക്കുകൾ വിളിച്ചു പറയുന്നതാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ല സമാധാനം പറഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, അള്ളാഹ് തൃപ്തി ലഭിച്ചിട്ട് മടങ്ങിക്കുക എന്ന് പറഞ്ഞു. അള്ളാഹ് തൃപ്തി ലഭിക്കുക എന്നത് സ്വർഗപ്രവേശനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹിന് തൃപ്തി വേണം, അള്ളാഹിന്റെ റഹ്മത്ത് വേണം. ഈ അള്ളാഹിന്റെ റഹ്മത്തിന് വിദൂരാകുവാനും മുനാഫിഖീങ്ങൾ, അതാണ് പോയിന്റ്. അള്ളാഹിന്റെ ലഅനത്ത് ലഭിക്കുന്നവർ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും, വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാതി വൽ കുഫാറ നാറ ജഹന്നമ ഖാലിദീന ഫീഹാ ഹിയ ഹസ്ബുഹും വലഅനഹുമുല്ലാഹ് വലഹും അദാബും മുഖീം. അല്ലാഹു പറയാണ്, വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്, മുനാഫിഖീങ്ങളായിട്ടുള്ള ആണുങ്ങളോടും പെണ്ണുങ്ങളോടും വൽ കുഫാർ നാറ ജഹന്നം, അതുപോലെ തന്നെ കാഫിരീങ്ങളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യാണ് നാറ ജഹന്നം. അവർക്കൊന്ന് നാറ ജഹന്നം ഉണ്ട്, നരകമുണ്ട്. ഒന്ന്. രണ്ട്, ഖാലിദീന ഫീഹാ, അവർ നിത്യവാസികളെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം. മൂന്ന്, ഹിയ ഹസ്ബുഹും വലഅനഹുമുല്ലാഹ്, അല്ലാഹു ഈ ഹസ്ബുഹും അത് മതി ശരിക്കും.
നരകമുണ്ട്, നരകത്തിന്റെ ഖാലിദീന ഫീഹിയാണ്, അത് മതി. എന്നിട്ട് വീണ്ടെന്ന് പറയാണ് അള്ളാന്റെ ലഅനത്ത് ഉണ്ടാകുന്നതാണ്. നേരത്തെ പറഞ്ഞു അള്ളാന്റെ ലഅനത്ത് എന്നാല് അള്ളാഹ് റഹ്മത്ത് ലഭിക്കുക എന്നാണ്. അള്ളാന്റെ റഹ്മത്ത് ലഭിക്കുക എന്നാണ്. അള്ളാന്റെ ലഅനത്തിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് വേറെ സ്ഥലത്ത് പറഞ്ഞ കാര്യം എന്ത്? ഒരു പെണ്ണ് ആൺവേഷം കെട്ടുക, ഒരാണ് പെൺവേഷം കെട്ടുക. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം എന്താ പറയുക? നമ്മൾ ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യും? ആൺകുട്ടിയാണെങ്കിൽ പെണ്ണിന്റെ മഫ്തൊക്കെ ഇട്ടെടുക്കും രസത്തിന് വേണ്ടിയിട്ട്, അതുപോലും പാടില്ല. ചെറിയ കുട്ടിക്ക് സ്വർണ്ണം ഇട്ടെടുക്കും, ആൺകുട്ടികൾക്ക് പാടില്ല, അത് പെൺവേഷം കെട്ടല. ചില വീഡിയോസ് റീൽസ് കാണുന്നത് ആണ് പെണ്ണിട്ട് അഭിനയിക്കുക, തമാശക്കാണ്, പാടില്ല. പണ്ട് ഗൗരവ വിശ്വക്ക് മനസ്സിലാക്കുന്ന വിഷയമാണ്. ആ വീഡിയോ നമ്മൾ കാണാൻ പോലും പാടില്ല. അങ്ങനെ വീഡിയോസ് നമ്മൾ കാണാതിരിക്കാൻ പറ്റുന്നതല്ല. ഒരു പെണ്ണ് ആന്റെ വേഷം കെട്ടുന്നുണ്ട്, ചെറിയ കുട്ടിയാണ്, പാടില്ല. മാതാപിതാക്കൾ കുറ്റം കിട്ടുന്നു, ഓരോരുത്തർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആണുവേഷം കെട്ടുന്ന പെണ്ണുങ്ങൾ, പെൺവേഷം കെട്ടുന്ന ആളുകൾ, പ്രത്യേകിച്ച് വസ്ത്രത്തിന്റെ വിഷയത്തിൽ ആണ് ഉള്ളൊരു വസ്ത്രമുണ്ട്, പെണ്ണിനുള്ള വസ്ത്രമുണ്ട്. അതല്ലാതെ ചിലർ അത് യൂണിസെക്സ് ആണ്, അത് ഒരാണ് അയക്കുന്ന പാന്റും കുപ്പായവും അതിന് പേര് മാറ്റാനുണ്ടാവില്ല, പെണ്ണിന്റെ ആവൂല. ഉദാഹരണത്തിന് ഒരു പഞ്ചസാര ബോട്ടിലുണ്ട്, ആ പഞ്ചസാരന്റെ ബോട്ടിൽ എന്ത് ചെയ്യാം? നമ്മള് ഇത് അരിയിൽ എഴുതി കഴിഞ്ഞാൽ ഉറുമ്പ് കടക്കുക എന്നാണോ? ഉറുമ്പ് കടക്കൂലേ? എന്ന പോലെ ഒരു ഷർട്ടും പാന്റും അടുത്ത് പെണ്ണുങ്ങൾക്ക് ഇടുന്ന ഷർട്ടും പാന്റാണെന്ന് പെണ്ണുങ്ങൾക്ക് ആവൂല. ഷർട്ടും പാന്റ് പെണ്ണുങ്ങൾ ആണുങ്ങളുടെ വസ്ത്രമാണ്, പെണ്ണിന്റെ വസ്ത്രമല്ല. പെണ്ണിന് വേറെ വസ്ത്രമുണ്ട്, അത് ആണും പെണ്ണും പോലെ വസ്ത്രം തരില്ല, അത് പാടില്ല. അത് ആണുവേഷം കെട്ടലാണ്, അല്ലെങ്കിൽ പെൺവേഷം കെട്ടൽ, രണ്ടും പാടില്ല. അള്ളാഹ് ലഅനത്തുള്ളതാണ്. ഓരോരുത്തർ മനസ്സിലാക്കേണ്ട കാര്യമാണ്, പറഞ്ഞെന്ന് മാത്രം. അപ്പൊ മുനാഫിഖീങ്ങളുടെ ലക്ഷണം ശിക്ഷയായിക്കൊണ്ട് അള്ളാഹ് പറയാനുള്ള അള്ളാഹുവിന്റെ ലഅനത്ത് അല്ലാഹു സുബ്ഹാനഹു നൽകുമെന്നാണ്. രണ്ടാമത്തെ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ എന്നുള്ളത്. മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ജീവിതത്തില് ദുനിയാവിലെ ജീവിതത്തിൽ റാഹത്ത് ഉണ്ടാവുന്നതാണ്, സമാധാനം ഉണ്ടാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാല് മുനാഫിഖുകൾക്ക് ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ചാണ്. ഒന്ന് നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാല് അവർക്ക്, ഒന്നാമത് നമ്മൾ പറഞ്ഞത് അവർക്ക് എന്താണ്? അമലുകൾ ബാത്തിലാകുന്നതാണ്. നാളെ പരലോകത്ത് വരുമ്പോൾ അവർ അമലൊക്കെ എന്ത് ചെയ്യും? ബാത്തിലാകും. രണ്ടാമത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ലഅനത്ത് അവർക്ക് ലഭിക്കുന്നതാണ്. മൂന്നാമത്തത് ജീവിതത്തിൽ റാഹത്ത് ഉണ്ടാകുന്നതാണ്. ആലോചിച്ച്, ഈ ദുനിയാവിലെ ജീവിതത്തിൽ സമാധാനം ഇല്ലാതെ ജീവിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യമുണ്ടോ? ഇല്ലല്ലോ. എന്ന് പ്രയാസപ്പെട്ട് മനസ്സിലിങ്ങനെ ഇടങ്ങാറോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ട് കൈകൾ കൊണ്ടും ഒരു കസാര ഇങ്ങനെ പിടിച്ചിരിക്കണം, നമ്മൾ എത്ര മണി വരെ പോകും? ഒരു ഇടങ്ങാറേക്കാരം അല്ലെ, കൈ ഭയങ്കര കടച്ചിലുണ്ടാകും അല്ലെ? എന്ന പോലെയാണ് എന്ത് മുനാഫിക്കുന്ന അവസ്ഥ. മനസ്സിൽ എന്തൊരു പ്രയാസക്കാരം. എന്താ പ്രയാസം? പടച്ചോനെ, ഞാൻ ഹറാമ് കാണുന്ന ആളാണ്, പക്ഷെ ഞാൻ ആൾക്കാർ മുമ്പിൽ നല്ല മനുഷ്യനാണ്. ഞാൻ നിസ്കരിക്കാൻ വരുന്ന ആളാണ്, പക്ഷെ ആളില്ലാത്ത ഞാൻ പള്ളിക്കൊന്നും പോലില്ല. എൻ്റെ ഉള്ളുകാരൻ്റെ പുറം വേറെ നാട്ടുകാരുടെ പ്രശ്നമില്ലേ, ഓലെന്ത് വിചാരിക്കുക എന്നൊരു പേര് ഒരു മനുഷ്യൻ എപ്പോഴും ഉണ്ടാകും. മനുഷ്യൻ എപ്പോഴും ചിന്തിച്ചാല് ഞാന് ഉള്ളുകാരൻ, ഞാൻ പുറത്താണ് എന്നുള്ളൊരു ചിന്ത ആൾക്കാർ കാണുമല്ലോ, ആൾക്കാർ എന്തിനെ കുറിച്ച് വിചാരിക്കുക. ഞാനിങ്ങനെ സംഭവിച്ചു കുറെ നടക്കണൊക്കെ ഉണ്ട്, പള്ളിക്ക് പോരുന്നുണ്ട്, പക്ഷെ ഞാൻ രാത്രിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അനാവശ്യ വീഡിയോകൾ കാണുന്ന ആളാണ്, അനാവശ്യ ഫോട്ടോകൾ നോക്കുന്ന ആളാണ്, വൃത്തികേടുകൾ കാണുന്ന വൃത്തികേട് ചെയ്യുന്നത് മനുഷ്യനാണ് എന്ന് ആൾക്കാർക്ക് അറിയാമല്ലോ. ഇതിന്റെ യഥാർത്ഥ നാട്ടുകാരൻ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്ത എപ്പോഴും ഉണ്ട്. അങ്ങനെ അടങ്ങാക്കി കൊടുക്കും, പ്രയാസം കൊടുക്കുന്നതാണ്. അപ്പൊ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല, റാഹത്ത് ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല, എപ്പോഴും ബുദ്ധിമുട്ടേക്കാണ് ജീവിതത്തിൽ, എപ്പോഴും ബുദ്ധിമുട്ട്, മനസ്സിൽ ഭയങ്കര പ്രയാസേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലാണ് യഹ്ദറുൽ മുനാഫിഖൂന അൻ തുനസ്സല അലൈഹിം സൂറത്തുൻ തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം. അന്നത്തെ കാലത്തെ മുനാഫിഖുകളെ കുറിച്ച്, റസൂലുള്ളാഹിയുടെ കാലത്തുള്ള മുനാഫിഖുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞ വിഷയമാണ്. മുനാഫിഖുകൾ ഭയപ്പെടുന്ന വിഷയം എന്താ വെച്ചാല് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒരു സൂറത്ത് ഇറക്കുമോ എന്നൊരു പേടി അവർക്ക് ഉണ്ടായിരുന്നതാണ്. അന്നത്തെ കാലത്ത് മുനാഫിഖുകളുടെ പേര് അതാണ്. ഞാൻ മുനാഫിഖാണ് എന്നുള്ള വിഷയം അള്ളാഹ് എന്ത് ചെയ്യോ? ആയത്ത് അള്ളാഹ്ക്ക് അറിയാമല്ലോ, തോൽക്കും അറിയാം, അള്ളാഹ്ക്ക് അറിയാന്നുള്ളത്. അപ്പൊ അള്ളാഹ് എന്നെ കുറിച്ച് ഒരു ആയത്താക്കി കൊടുക്കും, ഞാൻ ഇങ്ങനത്തെ വ്യക്തിയാണെന്ന് പേരുണ്ടായിരുന്നു മനസ്സിൽ. ഇതാണ് മുനാഫിഖ അവസ്ഥ എന്നുള്ളത്. അന്നത്തെ മുനാഫിഖിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താ വെച്ചാല്
നമ്മുടെ ജീവിതത്തിൽ നിഫാഖ് ഉണ്ടെങ്കിൽ ആ നിഫാഖ് ജനങ്ങൾ അറിയോ എന്നൊരു ഭയപ്പാട്, ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മുനാഫിഖിന്റെ ലക്ഷണമാണ്, അവരുടെ സ്വഭാവമാണെന്നാണ്. അവരുടെ ശിക്ഷ അവർക്കുള്ള പേടി, ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവില്ല എന്നാണ്. ഒരു ഹറാമ് കാണുന്നതാണ്, ഞാൻ ഹറാമ് കേട്ടിട്ടുണ്ട്, ഇതൊക്കെ മനുഷ്യരറിയും, ജനങ്ങൾ എന്തൊരു പേടി അവർക്ക് ഉണ്ടാവുന്നത്. മൂന്നാമത്തെ ശിക്ഷയാണ്. നാലാമത്തെ അവർക്ക് ഉണ്ടാകുന്ന ശിക്ഷ എന്താ വെച്ച് കഴിഞ്ഞാല് അവർ കുറേ അമൽ സ്വാലിഹാത്ത് ചെയ്യും, പക്ഷെ ഒക്കെ തഅബേക്കാരം, ഒക്കെ പ്രയാസേക്കാരം, ഒന്ന് സമാധാനത്തിൽ ചെയ്യാൻ സാധിക്കൂല എന്നാണ്. കുറെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് ആർക്കോ വേണ്ടി. കാരണം എന്താണ്, അവർക്ക് അത് നിയത്തില്ലല്ലോ. അവർ ചെയ്യുന്നതിനാ ജനങ്ങൾ കാണണം, മറ്റുള്ളവർ കാണണം, നല്ലത് പറഞ്ഞാൽ അകത്തിലാണ് ചെയ്യണത്. ഓലെ മദ്ഹ് ലഭിക്കണം, ഓൻ സ്കരിക്കുന്നവനാണ്, ഓൻ നോമ്പെടുക്കുന്നവനാണ്, ഓൻ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്, ഓൻ മാഷാ ഉഷാറാണ് എന്ന് ആൾക്കാർ പറയണം എന്ന് തോന്നിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ, പ്രവർത്തനങ്ങൾ ചെയ്യാം. അപ്പൊ സ്വാഭാവിക മനസ്സിൽ നിന്നുണ്ടാവും, നിസ്കരിക്കാം അല്ലേ, എങ്ങനെ നിസ്കരിക്കാം, ഒരു ഇടങ്ങാറ്, ഉള്ളിൽ ഭയങ്കര ഇടങ്ങാറൊക്കെയാണ്, പക്ഷെ പുറത്തെങ്കിലും ഉഷാറ് നിസ്കരിക്കുന്നുണ്ടാകും. അവർക്ക് താപേക്കാർ എപ്പോഴും ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ, എന്ത് പ്രവർത്തനം ചെയ്താലും. അംഗസ്വലത്ത് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒക്കെ താപായിരിക്കും എന്താ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖിയാ. കാഫിരിങ്ങളെ അമലിനെ കുറിച്ച് എന്താ പറയാണ്, അവരെ അമൽ എന്താ ചെയ്യുന്നത്, കസറാബിൻ ബിഖിയാ യഹ്സബുഹുൽ ദംആനു മാഅ. ഇപ്പൊ മരുഭൂമി പോയി കഴിഞ്ഞാല് മരുഭൂമിയിൽ നിന്ന് ദൂരത്തേക്ക് നോക്കുമ്പോ കുറെ ദൂരത്ത് നിന്നുണ്ടാവും എന്തോന്നും അവിടെ വെള്ളമുള്ള വരി തോന്നും, വെള്ളം ഇപ്പം കുറച്ച് മുന്നോട്ട് പോകും, അപ്പൊ ഒന്നും ഉണ്ടാകൂല. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വെള്ളം ഉണ്ടല്ലോ എന്ന് തോന്നുന്നു, വീണ്ടും മുന്നോട്ട് പോകും, വെള്ളം ഉണ്ടാവില്ല. ഇതാണ് കാഫിര്യങ്ങൾ അമലിന്റെ അവസ്ഥ. എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാകും, പക്ഷെ ഒരു ഫായിദ ഉണ്ടാവില്ല. എന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിക്കാറുണ്ട്, അവർ കുറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാകും, പക്ഷെ അവരുടെ ജീവിതത്തില് ഒന്നുണ്ടാവില്ല, ഒക്കെ പ്രയാസമായിക്കൊണ്ടുണ്ടാവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അത് മറ്റൊരാഴ്ച പറയുന്നുണ്ട്, ഖുൽ അൻഫിഖു തൗഅൻ ഔ കർഹ ലൻ യതഖബ്ബല മിൻകും ഇന്നകും കുൻതും ഖൗമൻ ഫാസിഖീൻ. നിങ്ങൾ സ്വതക്ക നീക്കോളി, തൗഅൻ ഔ കർഹ, അല്ലെങ്കിൽ അല്ലാഹു അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം കൊടുത്തോളി, പക്ഷേ ലൻ യതഖബ്ബല മിൻകും, അല്ലാഹു എന്ത് ചെയ്യില്ല, നിങ്ങൾ സ്വീകരിക്കൂല. ഇന്നകും കുൻതും ഖൗമൻ ഫാസിഖീൻ, നിങ്ങൾ ഫാസിഖീങ്ങളായ തമ്മാടികളായ ആൾക്കാരെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരു വെറുപ്പോടി കൊടുക്കുക, ആഗ്രഹമൊന്നുമില്ല, ഇവിടെ തന്നെ ബക്കത്തിന് പോയപ്പോ ഇത് കൊടുക്കണ്ടേ, അല്ലെ മോശമാണല്ലോ എന്ന ചിന്ത. മറ്റൊരു 50 രൂപ കൊടുത്തപ്പോ എന്ത് ചെയ്യാണ്, ഓനെ 50 കൊടുത്തൂലേ, ഓന് കുറച്ച് പൈസ ഉണ്ടാവും, ഞാൻ അത്ര പൈസ ഒന്നുമില്ലല്ലോ, ഇപ്പൊ 40 കൊടുക്കുക, അങ്ങനെ ചെയ്താൽ നമ്മള്, അതായത് പരമാവധി പിശുക്കി കൊണ്ടുപോകുമല്ലോ, ഒരേ ഇഷ്ടമില്ലാതെ കൊടുക്കുക. ഇതൊക്കെ നിഫാഖിന് ഒരാളെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ മനഉ മൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വ ബിറസൂലിഹി. അവരെ സദഖ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാത്ത കാരണം വെച്ചാൽ അവർ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കാത്ത ആൾക്കാരാണ്. വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല, നിസ്കരിക്കുമ്പോഴോ ഒരു ആഗ്രഹമില്ലാതെ മടിയായിട്ട് നിസ്കരിക്കുക, അതവരുടെ സ്വഭാവമാണ്. അതുപോലെ വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, അവർ ചെലവഴിക്കുന്നതാണ് ഇല്ലാ വഹും കാരിഹൂൻ, ഒരു വെറുപ്പോട് കൂടി ആരൊക്കെ നിർബന്ധിച്ചു കൊടുക്കുക. ഇതാണ് മുനാഫിഖിന്റെ ലക്ഷണം എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണെന്ത്, അവർ അമൽ ചെയ്ത് അവർക്ക് തഅബ ഉണ്ടാവുള്ളൂ, ഒരു ക്ഷീണം ഉണ്ടാവുള്ളൂ, ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ എന്നല്ല, ഒരു കൂലിയും ലഭിക്കൂല. അതാണ് നാലാമത് അവർക്ക് ലഭിക്കുന്ന ശിക്ഷ. അഞ്ചാമത് അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് വെച്ചാല് അവർക്ക് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമ്പത്ത് നൽകും, മക്കളെ നൽകും, നല്ല അടിപൊളി ജീവിതക്കാരൻ. പക്ഷേ അവന്റെ മനസ്സിൽ എപ്പോഴും പ്രയാസം. എന്താ പ്രയാസം എന്ന് വെച്ചാല്, ഇത്ര സമ്പത്തൊക്കെ ഉണ്ട്, ഇതെങ്ങനെ സൂക്ഷിച്ചു വെക്കുക, ഞാൻ പല കച്ചവടം നടത്തി പൊട്ടിപ്പോകൂലേ, ആ കച്ചവടം നടത്തി എനിക്ക് ഇത്ര ലാഭം കിട്ടും, എപ്പോഴും സുഖമില്ലേക്ക്. എന്ത് വിഷയത്തില്, ദുനിയാവിന്റെ വിഷയത്തില്. ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാനോ ആഖിറത്തിൽ പണിയെടുക്കാനോ സമയം ഉണ്ടാവില്ല. തങ്ങൾ നമുക്ക് ശിക്ഷയാണ്. ദുനിയാവിന് വേണ്ടി മണ്ടിപ്പായുന്നുണ്ടാവും ആൾക്കാർ, പക്ഷെ ആഖിറത്തെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല. ഖുർആൻ പഠിക്കുന്നുണ്ടാവില്ല, ഖുർആൻ കേൾക്കുന്നുണ്ടാവില്ല, ഖുർആൻ ഓതുന്നുണ്ടാവില്ല, ജമാഅത്ത് ഉണ്ടാവില്ല. ഒന്ന് രാവിലെ സുബഹി ബാങ്ക് കൊടുത്ത് നേരെ ജോലിക്ക് പോകും, രാത്രി 12 കയറി വരും, പക്ഷെ ജീവിതത്തിന് പട്ടിണി ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. കാരണം ഓന്റെ ചിന്ത ദുന്യാവാണ്, ഓൻ പണിയെടുക്കുന്നത് ദുന്യാവിന് വേണ്ടിയാണ്. ഇതൊക്കെ നിഫാഖിന്റെ ഒരാളെന്ന് പറഞ്ഞു. ദുന്യാവിന് വേണ്ടി ആത്മാർത്ഥയിൽ പണിയെടുക്കുന്ന ആൾക്കാർ, ആഖിറത്തിനാണ് ചിന്തയില്ലാത്ത ആൾക്കാർ. ഇതത് നൽകുന്ന ശിക്ഷയാണ്. അതെന്ത് ചെയ്യും, അവന്റെ ജോലിയിൽ തിരക്കിലാക്കും, ഫുൾ ടൈം ബിസിക്കാരൻ. അവർക്ക് ലഭിക്കുന്ന ഒരു ശിക്ഷയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ തുഅ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും. അല്ലാഹു നമ്മളോട് പറയാണ്,
ഫലാത്ത് വജീബ് അമ്പാലും അവരത് അവരുടെ മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്തെ കുറിച്ചൊന്നും നീ എന്താ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതാണ് ഈ ദുനിയാവിൽ വെച്ച് അത് ശിക്ഷിക്കാനാണ്. ഇവിടെ നിന്ന് ചെയ്യാം ഇവിടെ ശിക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇതാണ് അവരുടെ അവസ്ഥ. ദുനിയാവിനടക്കം അവർ ശിക്ഷയായിരിക്കുന്നതാണ്. മാത്രമല്ല നാളെ പരലോകത്തുനിന്നും അവർക്ക് ശിക്ഷയാണ് ലഭിക്കുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് വിശദീകരിക്കുന്നത്. മാത്രമല്ല അവസാനത്തെ ഒരു പോയിന്റ് നമുക്ക് പറഞ്ഞു ചെയ്യാം, നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊന്നെന്ന് വെച്ചാൽ അവർക്ക് ലഭിക്കുന്ന മറ്റൊരു ശിക്ഷയാണ് സാധാരണ മുഅ്മിനായ വ്യക്തി, ആ മുഅ്മിനായ വ്യക്തി തെറ്റ് ചെയ്ത് മരണപ്പെട്ടാൽ എന്ത് ചെയ്യും? ഒരാൾ മയ്യിത്ത് നിസ്കരിക്കാൻ പോയി, ഒരു 100 ആൾക്കാര് മുഅ്മിനീങ്ങളായ നല്ല മനുഷ്യന്മാരെ നിസ്കരിച്ച് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു പാപങ്ങൾ എന്ത് ചെയ്യാം? പുറത്തു കൊടുക്കാം. പക്ഷേ ഒരു മുനാഫിക്കായ വ്യക്തി മരിച്ചാൽ അവന് നിസ്കരിക്കാൻ തന്നെ പാടില്ല. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ത് ചെയ്യില്ല, നിഫാഖുള്ള ആൾ മരിച്ചാൽ നിസ്കരിക്കൂല എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഹുദൈഫ റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖിന്റെ ആൾക്കാർ പറഞ്ഞു ആർക്കൊക്കെ നിഫാഖ് ഉള്ളതെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നാലെ പോയി ചോദിക്കുകയാണ്, എന്റെ പേരുണ്ടോ എന്നിട്ട് സ്വഹാബത്ത് നോക്കുന്നതാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പള്ളി മയ്യിത്ത് നിസ്കരിക്കാനുണ്ടോ? എന്നാൽ ഞങ്ങളുണ്ട്. ഹുദൈഫ ഇല്ലെങ്കിൽ ഞങ്ങളുമില്ല. കാരണം ഹുദൈഫ റളിയല്ലാഹു അൻഹു ആർക്കും ആരെ മുനാഫിഖ് എന്ന് അറിയാം. മുനാഫിഖിന്റെ നിസ്കരിക്കാൻ പാടില്ലെന്ന് റസൂൽ പറയുന്നുണ്ട്. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ, അവരെ കൂട്ടുന്ന ആര് വെച്ചാലും ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല. വലാ തഖും അലാ ഖബ്രിഹി ഇന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ, അവർ മരിച്ച് ഫാസിഖീങ്ങളായിട്ടാണ്, തമ്മാടികളായിട്ടാണ്, അതുകൊണ്ട് അവരെ നിസ്കരിക്കാൻ പാടില്ല റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്കരിക്കാൻ പോകില്ല. ആലോചിക്കണം, നിഫാഖ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മറ്റൊരു നിസ്കാരം പോലും കിട്ടൂല എന്നാണ്. അത്രമാത്രം ഗൗരവ വിഷയം നിഫാഖ്. മാത്രമല്ല ഇസ്തിഗ്ഫാർ പറ്റൂലെന്നാണ്. ഞാൻ ഇസ്തിഗ്ഫാർ തേടി മരിച്ചാക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു നിഫാഖുള്ള മനുഷ്യന്മാർ ഇസ്തിഗ്ഫാർ തേടി, അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലയഗ്ഫിർ അല്ലാഹു ലഹും. പ്രവാചകരെ താങ്കൾ 70 തവണ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടി, ഇനി ഇല്ല തേടിയില്ല എന്തോ ചെയ്തോട്ടെ അവൻ ചെയ്യില്ല, പുറത്ത് കൊടുക്കൂല എന്നാണ്. ഇസ്തിഗ്ഫാർ ചെയ്താലും ചെയ്യില്ല, അള്ളാഹ് പുറത്തരാത്ത ഒന്നാണ് എന്ത്? നിഫാഖ് എന്ന്. അല്ലാതെ ഏറ്റവും വലിയ അവർക്ക് ലഭിക്കുന്ന ശിക്ഷകളാണ് എന്ത്? ഇസ്തിഗ്ഫാർ ലഭിക്കൂല. മയ്യിത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ യാതൊരു ഗുണം ഉണ്ടാവില്ല, മയ്യിത്ത് നിസ്കരിക്കാൻ പോലും പറ്റൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ നിഫാഖുണ്ട്, നമ്മൾ പേടിക്കേണ്ട വിഷയമാണ്. മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു ഒരിക്കലും എന്താണ് ഓടാണ് റസൂലിന്റെ അടുത്തേക്ക്. അദ്ദേഹം പറഞ്ഞു നാഫഖ് ഹൻദല ഉറക്കെ ഓട് അലറി വിളിച്ച് ഓടുകയാണ്. ഹൻദല റളിയല്ലാഹു ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഹൻദല റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു, ഭാര്യമായി കൊണ്ട് ബന്ധപ്പെട്ടു. അന്ന് റസൂൽ പറയാണ് യുദ്ധത്തിന് പോകണമെന്ന്. ഒന്നും നോക്കിയില്ല, കുളിക്കാൻ പോലും നിന്നില്ല, നേരെ ഓടിയവർക്ക് യുദ്ധത്തിൽ ചെന്നു, ഷഹീദായി. ഇന്ന് കല്യാണം കഴിച്ചാണെങ്കിൽ നാളെ ഷഹീദായിട്ടുണ്ട് ആള് ഹൻദല റളിയല്ലാഹു അൻഹു. അത്രമാത്രം ഫضലുണ്ട്. മാത്രമല്ല ഹൻദല റളിയല്ലാഹു അൻഹു മയ്യിത്ത് കുടിപ്പിച്ചത് മലക്കുകളാണ്. ആ ഹൻദല റളിയല്ലാഹു അൻഹു പറയുന്നത് ഹൻദല മുനാഫിഖായി. നേരെ ചെന്ന് റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഓടുകയാണ്. വൈക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തന്നെ കാണുന്നുണ്ട്. അബൂബക്കർ ചോദിക്കുന്നുണ്ട്, എന്താ ഹൻദല, നിനക്കെന്താ ഭ്രാന്തായോ, എന്ത് പറ്റി? പറഞ്ഞു മുനാഫിഖായി. അപ്പൊ എന്താ അങ്ങനെ പറഞ്ഞു വെച്ചു. അബൂബക്കർ ഹൻദല പറഞ്ഞത്, ഞാൻ റസൂലുള്ളാഹിന്റെ സദസ്സിരിക്കും ഭയങ്കര ഈമാൻ എനിക്ക്, പക്ഷെ റസൂൽ സദസ്സിക്ക് പുറത്തായി ആരും ഈമാനൊക്കെ പോവാണ്. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് എന്താ പറഞ്ഞു, അബൂബക്കർ മുനാഫിഖ് കേട്ടോ, എനിക്ക് പോലെ രണ്ടാം നേരെ റസൂലുള്ളാഹിന്റെ കൂടെയാണ്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അവരത്രയും പേടിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ കൂടിയാണ്. എന്തിനു വേണ്ടി? എന്റെ പേര് വെച്ചിട്ട്. അത്രമാത്രം പേടിച്ചാണ് നിഫാഖ്. നമ്മളായിട്ടൊക്കെ നമുക്ക് ആ ചിന്ത പോലും ഉണ്ടാവില്ല. ഞാൻ മുനാഫിഖ് ആവോ എന്ന ചിന്ത പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ചാൻസ് യാതൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും നമ്മൾ ആലോചിക്കുക, എന്റെ ജീവിതത്തിൽ നിഫാഖ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നമാണെന്നാണ്. ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ സ്വഭാവം നോക്കാൻ പറയാം, നിഫാഖെന്ന് പറയാം. അവർ പറഞ്ഞ വിഷയമാണ് എന്ത്? ഞങ്ങൾ സമാധാനത്തെ ആൾക്കാരാണ്, ഞാൻ സമാധാനം മാത്രമേ കൊടുക്കുള്ളൂ. ഇപ്പോഴത്തെ നെതന്യാഹുവിന്റെ ഒരു വീഡിയോ ആണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ സമാധാനത്തിന് ആൾക്കാർ, ഞങ്ങൾ സമാധാനം മാത്രമേ കൊടുക്കുള്ളൂ എന്നാണ്.
അതേ ആൾക്കാർ തന്നെയാണിത് പലസ്തീനിൽ പോയിട്ട് ബോംബിട്ടിട്ട് ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുട്ടികളെ കൊല്ലുന്നത് നമ്മൾ അയച്ചേക്കണം. പച്ചയായ നിഫാഖിനിടെയാണ്. അതാണ് ഞാൻ അടുത്ത ആഴ്ച എന്താ പറയുന്നത്, അവരോട് പറയാണെന്ത് ഫസാദ് ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസാദ് ഉണ്ടാക്കൂല, ഞങ്ങള് നല്ലവരാണ്, ഞങ്ങൾ സുലഹ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, നല്ല മനുഷ്യന്മാരാണ്. പക്ഷേ അവര് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണ്, ഫസാദ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, അവര് തന്നെ തിരിച്ചറിയുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നിഫാഖ് നമ്മൾ കാത്തുരക്ഷിച്ച് അനുകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തുള്ള 2 ആയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ചകളിലൊക്കെ സൂചിപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറഞ്ഞ വിഷയം എന്ന് വെച്ചാൽ നിഫാഖിന്റെ ശിക്ഷകളെ കുറിച്ചാണ്. 6 ശിക്ഷകൾ പറഞ്ഞു. ഈ 6 ശിക്ഷ നമ്മുടെ മനസ്സിലാകാം. ഇതല്ലാത്ത ശിക്ഷ നമുക്ക് ലഭിക്കുന്ന ആ പരലോകത്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് സിറാത്ത് പാലം കടക്കാൻ കഴിയില്ല, നരകത്തിലേക്കാണ് അവർക്കുള്ള സ്ഥാനം എന്നാണ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് 100 കൊടുക്കുന്നതാണ്. അപ്പോൾ മുനാഫിഖുകൾക്ക് കൊടുക്കൂല. മുനാഫിഖുകൾ പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞങ്ങൾക്കും വേണം 100. മുഅ്മിനീങ്ങൾ തിരിച്ചു പറയാം, നിങ്ങൾക്ക് 100 കിട്ടൂല, നിങ്ങൾക്ക് 100 ആണെങ്കിൽ പിന്നോട്ട് പോയി എടുത്തോളി. അവർ പിന്നോട്ട് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറയിടും. മുഅ്മിനീങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം, നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടായാലോ എന്നൊക്കെ, നിങ്ങൾ ഞങ്ങളെ കൂടെ നിസ്കരിച്ചവരാണ്, നോമ്പ് വെച്ചാൽ നിൽക്കുന്ന പ്രശ്നം. അപ്പൊ അവരോട് പറയപ്പെടുന്നതാണ്, നിങ്ങൾ സ്വന്തത്തെ നശിപ്പിച്ച ആൾക്കാരാണ്, നിങ്ങൾ റിയാലുള്ള ആൾക്കാരാണ്, നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അത് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് നമുക്ക് കാണാൻ. അതുകൊണ്ട് തന്നെ ഈ നിഫാഖ് എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിഫാഖ് നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖ് നമ്മെ ഏവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു നമ്മളിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.